ചർച്ച രണ്ട് തരത്തിലാണ് പോകുന്നത്. അതായത് KSRTC ജീവനക്കാരുടെ വിഷയം അത് വളരെ കൃത്യമായിട്ട് ആണ് നേരത്തെ ശ്രീ PK ബൈജു പറഞ്ഞു തുടങ്ങുന്നത്. അത് അതിദയനീയമാണ്. ഒരു ലോൺ പോലും നമ്മുടെ ദേശീയ അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് പോലും ഒരു ലോൺ പോലും കിട്ടാനാവാത്തൊരവസ്ഥ, തകർന്നടിഞ്ഞ സിബിൽ സ്കോർ, മറ്റെന്ത് പോം വഴിയാണുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു. അത് KSRTCയുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാതെ കിടക്കുന്ന അത് നീണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പുറത്ത് എങ്ങനെ ഇങ്ങനെ ഒരു ബ്ലേഡ് മാഫിയയ്ക്കും ഇങ്ങനെ മൈക്രോ ഫിനാൻസ് സംഘങ്ങൾക്കും എങ്ങനെ ഇത്ര ഈ ആഴത്തിൽ എങ്ങനെ വേര് വളർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ട്. 9 ദിവസം ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നു, മർദ്ദനമേറ്റ് അതിനെ തുടർന്ന് ഒരാൾ മരിക്കുന്നു. ഇത് ഈ നാട്ടിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം. മനോജിന്റെ ദുരന്തം, അദ്ദേഹത്തിന്റെ ആ മരണം, അതൊരു കൊലപാതകമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കെന്റെ സഹ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നവരെ പോലെ തന്നെ എനിക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. അതുകൊണ്ട് ഇത്തരം വട്ടിപ്പലിശക്കാരെ ഒരു ലൈസൻസും ഇല്ലാതെ, ഇനി ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ അമിതമായ പലിശ ഈടാക്കാൻ, അതേപോലെ വായ്പ കൊടുക്കുന്നതിൻ്റെ ഒരു കണക്ക് കാര്യങ്ങൾ തുടങ്ങിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ബ്ലേഡ് കമ്പനികളെ പോലെ കൂണുപോലെ കേരളത്തിൽ, ഇന്ത്യയിലും ഉണ്ട്, കേരളത്തിൽ അത് വലിയ മാർക്കറ്റാണ്. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഇപ്പോൾ ബാങ്കിങ് രംഗത്ത് കടന്നു വരുന്നു. അതേപോലെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ വരുന്നു. ഇങ്ങനെ ബാങ്കുകൾ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. ഇത് കൂടാതെയാണ് ഇങ്ങനെ ഒരു പലിശ കൊടുത്ത്, വായ്പ കൊടുത്ത് പലിശ വാങ്ങി അത് ഗുണ്ടാസംഘങ്ങളെ വഴി ഈടാക്കുന്ന വിധത്തിലേക്ക് ഒരു മടിയുമില്ലാതെ സധൈര്യം പാതിരായ്ക്കും പട്ടാപ്പകലും വീടുകൾ കയറി ആക്രമിക്കുകയും അവരുടെ ജോലി സ്ഥലത്തോ യാത്രാമധ്യത്തിലോ ഒക്കെ കയറി ഭീഷണിപ്പെടുത്തി അവരുടെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോവുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ ഇതേപോലെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അത്തരം കാര്യങ്ങളെ പരമാവധി നമുക്ക് അവരോടൊരു അനുകമ്പ തോന്നി അത്തരം കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില മൂവ്മെന്റുകൾ കേരളത്തിലുണ്ടായത്. അതുകൊണ്ട് പോലീസ് നേരത്തെ ഓപ്പറേഷൻ കുബേര പറഞ്ഞ പോലെ അതേപോലൊരു സംവിധാനം തന്നെ ഇത്തരം കാര്യങ്ങളിൽ സ്പെഷ്യൽ ഡ്രൈവ് കേരളത്തിനകത്ത് ആവശ്യമാണ് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മനോജിന്റെ പാലക്കാട്ടുകാരൻ, കുഴമന്തകത്തുകാരൻ, ചാലക്കുടിയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടാനുണ്ടായിട്ടുള്ള കാരണം സംബന്ധിച്ച് അന്വേഷിച്ച് കൃത്യമായി പോകണം. വാസ്തവത്തിൽ അദ്ദേഹം ആരോടും പറഞ്ഞില്ല. വീട്ടുകാരോട് പറഞ്ഞു, ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, യാത്രക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല. ബിജുവിന് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാം. അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു, എന്നെ കുറെ ആളുകൾ ഇങ്ങനെ വായ്പ വാങ്ങിയതിന്റെ ഭാഗമായി അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് വരുന്നത്. ആശുപത്രിയിലേക്ക് വന്നിട്ട് ആശുപത്രിയിൽ വച്ചാണ് നമ്മൾ അദ്ദേഹത്തിന് തലയ്ക്ക് അടിയേറ്റിട്ടാണ് മരണം വന്നതെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളതൊരു വസ്തുത വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പാടില്ല. ഇനി നാളെ ഒരു മനോജും കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു ആക്രമിക്കപ്പെട്ടു പോകാൻ പാടില്ല. മനുഷ്യനാണ്. വരവും ചെലവും തമ്മിലുള്ള ബാലൻസ് തെറ്റിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വായ്പകളിലേക്ക്, കടത്തിലേക്കൊക്കെ വാങ്ങുന്ന രീതിയൊക്കെ കേരളത്തിനകത്തുണ്ട്. പക്ഷേ കേരളത്തിലെ KSRTC ജീവനക്കാരോ, കേരള സംസ്ഥാന ജീവനക്കാരോ, സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരോ, അല്ലെങ്കിൽ KSEB ജീവനക്കാരോ, വാട്ടർ അതോറിറ്റി ജീവനക്കാരോ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെയും ജീവനക്കാര് ഇങ്ങനെ കടം വന്നു പെരുകി ആത്മഹത്യ ചെയ്യേണ്ടുന്ന ഒരു ഗതികേടൊന്നും യഥാർത്ഥത്തിലില്ല. അത് അതിനെ ഒരു നോർമലൈസ് ചെയ്യുക, ജനറലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. തൊഴിലാളിക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടണം, ശമ്പളം കിട്ടണം, KSRTC പോലെ 2 ഗഡുവായി കൊടുക്കുന്ന രീതിയൊന്നും അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊന്നും സംശയം CITUവിനും ഇല്ല. വാസ്തവത്തിൽ കേരളത്തിലെ KSRTC ജീവനക്കാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിക്കാക്കിയത് നേരത്തെ ഡിജോ കാപ്പൻ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത ഇക്കാര്യങ്ങളിൽ നിരവധി കാലങ്ങളായിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞു, തൊഴിലാളികൾ നല്ലപോലെ പണിയെടുക്കുകയാണ്, ഞാൻ തൊഴിലാളികളെ കുറ്റപ്പെടുത്തുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെന്ന് പറഞ്ഞു. അതായത് ഇപ്പോഴെങ്കിലും തൊഴിലാളികൾ പണിയെടുക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞത് നന്നായി. ആ നിലയിൽ, നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് KSRTC ജീവനക്കാരന് ശമ്പളം വർദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ കഴിയില്ല. പബ്ലിക്കിനെ കൊള്ളയടിക്കാതെ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ, പൊതുമേഖലാ സ്ഥാപനമാണെങ്കിൽ പോലും അതിനെ എല്ലാത്തിനെയും മാസ് ട്രാൻസ്പോർട്ട് എന്നുള്ളത് ലോകത്ത് ഒരിടത്തും വലിയ ലാഭകരമായി പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് KSRTC ഒരു പൊതുഗതാഗത സംവിധാനം എന്നുള്ള നിലയിൽ അതിനെ സ്വകാര്യവൽക്കരിക്കാതെ സംരക്ഷിക്കേണ്ടത് പൗരസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്, ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏതൊരു സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നല്ല നിലയിൽ നിറവേറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട്.
ഈ ശമ്പളം മുടങ്ങിയതിന്റെ കഥ ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള ബാധ്യതകൾ KSRTCക്ക് വന്നു. ഇപ്പൊ ജീവനക്കാർ നല്ല വിധത്തിലേക്ക് പണിയെടുക്കാൻ തയ്യാറാകുന്ന സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞപ്പോൾ അവര് കളക്ഷനിലൂടെ അടയ്ക്കുന്ന തുക എന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളത്തെക്കാൾ കൂടുതലാണ്. പക്ഷേ ആ ശമ്പളം എന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കാതെ മാനേജ്മെന്റ് ഇന്ധന ചെലവ് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങുന്നു, അതിന്റെ ചെലവ് കൂടി എന്ന് പറഞ്ഞുകൊണ്ടും പഴയ വായ്പയുടെ തിരിച്ചടവിലേക്ക് ഇത് പോവുകയാണ്. അപ്പോഴാണ് സർക്കാരിന്റെ സപ്പോർട്ട് വരേണ്ടത്. സർക്കാർ, മുഖ്യമന്ത്രി അടക്കം ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ അടക്കം ഇടയ്ക്കിടയ്ക്കെല്ലാം പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇന്നും ബാലഗോപാലിന്റെ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. ഏതാണ്ട് 5000 ചില്ലാൻ കോടി രൂപ KSRTCക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, പെൻഷൻ തുകയായി കൊടുത്തിട്ടുണ്ട്. പെൻഷൻകാർ ഇപ്പോൾ വലിയ പ്രക്ഷോഭത്തിലല്ല, പെൻഷൻ റിവിഷൻ വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പെൻഷൻ ഇപ്പോ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് ബാങ്ക് കൺസോർഷ്യം രൂപീകരിച്ച് സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് അത് വായ്പ അടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ഗ്യാരണ്ടിയിൽ പിന്നീട് പണം കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം. പെൻഷൻകാർ കേരളത്തിൽ ഒരു സ്ഥലത്തും സമരം ചെയ്യുന്ന നമ്മൾ കാണുന്നില്ലല്ലോ. റിവിഷൻ എന്നുള്ളൊരു ആവശ്യമുണ്ട്. എന്നാൽ KSRTC ജീവനക്കാർക്ക് 2 ഗഡുവായി കൊടുക്കണം എന്ന് തീരുമാനമെടുക്കുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിലെ ഹൈക്കോടതിയാണ്. ഹൈക്കോടതി അങ്ങനെയെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഇടപെടലിന്റെ പുറത്താണ് ഈ 2 ഗഡു വന്നത്. ഇപ്പോ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ഗഡു എന്നുള്ളത് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, അത് ഒറ്റ ഗഡു ആകണം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി മുൻകൈ എടുക്കും, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇതേവരെ നടന്നിട്ടില്ല. അതിലേക്ക് പോകണമെന്ന് തന്നെയാണ് CITUവിന്റെ അഭിപ്രായം. പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, നമ്മൾ മനോജിന്റെ ദാരുണമായിട്ടുള്ള ഈ കൊലപാതകം അത് പോലീസ് അന്വേഷണത്തിലാണ് കൂടുതൽ വ്യക്തമായി വരേണ്ടത്. അത് ഏത് ബ്ലേഡ് മാഫിയയാണ് അതിനുവേണ്ടി മുൻകൈ എടുത്തത്.